ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിൽ വീഴ്ച വന്നെന്നുള്ള പരാതി വ്യാപകമായി ഉയരുകയാണ്. ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയിരുന്നു. പിന്നാലെ ഭക്ഷണ വിതരണം ഇന്ന് കാര്യക്ഷമമായില്ല എന്നാണ് പരാതി. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പുറമേ നിന്നുള്ളവരുടെ അനധികൃത പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്കിയത് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു. ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ നിലയിലും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരുത്തരം പറയും? കാരണം ഇന്ന് ജനങ്ങളാണെങ്കിൽ ഏതിനും പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുക ഈ രക്ഷാദൗത്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം നിർബന്ധമായിട്ട് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആലോചിച്ച് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് നിലപാട്. അത് അവിടെ എക്സിബിറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കലക്ടറുടെ ഈ ഉത്തരവ്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, അല്പസമയം മുമ്പ് നമ്മൾ അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെയൊക്കെ വാക്കുകൾ കേട്ടതാണ്. ഒരിക്കലും അവിടെ നിന്നും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കൂടുതൽ ശ്രദ്ധ വേണമായിരുന്നു. ഇതിനോടകം തന്നെ വ്യാപകമായ പരാതിയും വിമർശനവും ഒക്കെ ഉയർന്നിട്ടും എന്തെങ്കിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പൂജ, പരമാവധി ആളുകൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള ശ്രമം അധികൃതർ നടത്തുന്നുണ്ട്. പക്ഷെ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. അതായത് ആദ്യ 2-3 ദിവസങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകൾ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നുണ്ടായിരുന്നു. അതിന് പുറമെ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കള്ളാടി മഖാം ഒരു പള്ളിയുടെ മുന്നിലായി എല്ലാ സമയത്തും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പാസ് ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണം കഴിക്കാമായിരുന്നു. ചൂരൽമലയിലെ പള്ളി കേന്ദ്രീകരിച്ചും ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. ആർക്കും എപ്പോൾ പോയാലും ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് പള്ളിയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ മുതൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം ഭക്ഷണ വിതരണം ഒക്കെ നിർത്തി പകരം റവന്യൂ വകുപ്പ് സർക്കാർ തന്നെ ഭക്ഷണ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കൃത്യമായി കിട്ടിയില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം പല ഭാഗത്തും ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പരാതി ഉയർന്നു. രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഇവിടെ നിന്ന് പാലം കടന്ന് നടന്നു പോകണം. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പരാതി പറഞ്ഞു വെള്ളവും പ്രഭാത ഭക്ഷണവും കിട്ടിയില്ല എന്നുള്ള പരാതി. അങ്ങനെയാണ് ഇത് വീണ്ടും ചർച്ചയായത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പരമാവധി പേർക്ക് ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി കമൽ, എന്തായാലും മന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണ വിതരണം തടസ്സപ്പെട്ട സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഭക്ഷണ വിതരണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യമാണത്. സന്നദ്ധ പ്രവർത്തകരെ ചിലയിടങ്ങളിൽ പോലീസ് തടുത്തു എന്ന വാർത്ത ഞങ്ങൾ കേട്ടു. ഒറ്റ പ്രശ്നമേ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ. ഒന്ന്, ഹൈജീനിക്കായ ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉത്തരവാദിത്വത്തോടെയും മേൽനോട്ടത്തോടെയും കൊടുക്കണം, മാക്സിമം ഭക്ഷണം. രണ്ടാമത്തെ കാര്യം, വാഹനങ്ങളിൽ ഈ ഭക്ഷണ പൊതികളുമായി ധാരാളമായ വണ്ടികൾ വരുന്നതൊന്ന് കുറവ് ചെയ്യണം. ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഉച്ചയോടുകൂടി പരിഹരിക്കും. സന്നദ്ധ പ്രവർത്തകരെ ഇവിടെ കള്ളാടിയിൽ ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അത് പൂട്ടിച്ചു വൈറ്റ് ഗാർഡിന്റെ. അല്ല, അത് അത്തരം കാര്യങ്ങളിലൊക്കെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും. ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിച്ചാലേ ആ കാര്യത്തിൽ കൃത്യത കിട്ടുള്ളൂ. അത് പെട്ടെന്ന് കൂടിയാലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും.